നമസ്കാരം, ഞാൻ ആശാ ശേഖർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കള്ളനും ദൃക്സാക്ഷിയും. തച്ചങ്കരിക്കും ജേക്കബ് തോമസിനുമെതിരെ കടുത്ത പരാമർശങ്ങളുമായി സെൻകുമാർ. പോലീസ് ആസ്ഥാനത്തെ കള്ളനാണ് ടോമിൻ തച്ചങ്കരിയെന്നും രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ തച്ചങ്കരി ഓഫീസിൽ നിന്ന് കടത്തിയെന്നും സ്ഥാനമൊഴിഞ്ഞ മേധാവി. കോടതി ആവശ്യപ്പെട്ടാൽ ഇതിനു തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറെന്നും ടി.പി. സെൻകുമാർ. കേരളത്തിൽ പരിസ്ഥിതി സ്നേഹം പറയുന്ന ജേക്കബ് തോമസ് തികഞ്ഞ ഹിപ്പോക്രാറ്റ്. കർണാടകത്തിൽ മരം വെട്ടിയാണ് ജേക്കബ് തോമസ് കേരളത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി പ്രസംഗിക്കുന്നത്. 2 DGPമാർക്കുമെതിരെ ആഞ്ഞടിച്ച സെൻകുമാറിന്റെ നീരസത്തിൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയും. ചീഫ് സെക്രട്ടറി വൈരാഗ്യ ബുദ്ധി കാട്ടിയെന്നും ഇവർക്കെതിരെ നിയമ നടപടിക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും മുൻ പോലീസ് മേധാവി. തച്ചങ്കരിയെക്കുറിച്ചുള്ള സെൻകുമാറിന്റെ കള്ളൻ പരാമർശം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഇറച്ചിവെട്ടുകാരൻ പ്രയോഗത്തിന് തുടർച്ചയായി. പോലീസ് ആസ്ഥാനത്ത് തച്ചങ്കരിയെ നിയമിച്ചത് ന്യൂറോ സർജന് പകരം ഇറച്ചിവെട്ടുകാരനെ നിയമിച്ചതുപോലെയെന്ന് സെൻകുമാർ പറഞ്ഞത് സ്വകാര്യ ചാനൽ അഭിമുഖത്തിനിടെ. കഥ ക്ലൈമാക്സിലേക്കോ? നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം നീളുന്നതിലെ അതൃപ്തി പ്രകടിപ്പിച്ച് DGP ലോക്നാഥ് ബെഹ്റ. ADGPയെയും IG-യെയും വിളിച്ചു വരുത്തി പോലീസ് മേധാവി വിവരങ്ങൾ ആരാഞ്ഞതായി സൂചന. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കാനും DGPയുടെ നിർദ്ദേശം. അതേസമയം ദിലീപ് ചിത്രമായ ജോർജേട്ടൻ സ്പൂരത്തിന്റെ തൃശൂരിലെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്ത്. ആക്രമിക്കപ്പെട്ട നടി അംഗമായിരുന്ന ഹെൽത്ത് ക്ലബിലെ ലൊക്കേഷനിൽ വെച്ച് ദിലീപും പ്രതിയും സ്വകാര്യ സംഭാഷണം നടത്തിയിരുന്നു. ക്ലബ് ജീവനക്കാരിൽ നിന്നും അംഗങ്ങളിൽ നിന്നും മൊഴിയെടുത്ത് പോലീസ്. അമ്മയറിയാൻ ചിലത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിനിമാ രംഗത്തെ വിവാദം കൊഴുക്കുന്നതിനിടെ താരസംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗണേഷ് കുമാർ. നടിക്ക് ക്രൂരമായ അനുഭവമുണ്ടായപ്പോൾ അമ്മ ഗൗരവപൂർവ്വം ഇടപെടാതെ തിരശീലയ്ക്ക് പിന്നിൽ ഒളിച്ചു. പിച്ചി ചീന്തപ്പെട്ടത് സഹപ്രവർത്തകയുടെ ആത്മാഭിമാനമാണെന്ന് ഓർക്കണമെന്നും അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന് അയച്ച കത്തിൽ ഗണേഷ്. നടീനടന്മാർക്കു തന്നെ സംഘടന നാണക്കേടുണ്ടാക്കിയെന്ന് കത്തിൽ ഗണേഷിന്റെ ആക്ഷേപം. കപടമാതൃത്വം പുലർത്തുന്ന അമ്മ പിരിച്ചുവിട്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കണം. ആക്രമണത്തിനിരയായ നടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന കത്തിൽ ദിലീപിനും പിന്തുണ. മാധ്യമങ്ങൾ ദിലീപിനെ വേട്ടയാടിയപ്പോഴും അമ്മ ഇടപെട്ടില്ലെന്ന് പരാമർശം. അതേസമയം കൊച്ചിയിലെ യോഗത്തിനു മുമ്പ് നൽകിയ കത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ഗണേഷ് കുമാർ. കത്ത് പുറത്തുവിട്ടത് നിർവാഹക സമിതി അംഗങ്ങളിൽ ആരെങ്കിലും ആകാം. വാർത്താ സമ്മേളനത്തിൽ മോശം പരാമർശങ്ങളൊന്നും താൻ നടത്തിയിട്ടില്ലെന്നും ഗണേഷിന്റെ വിശദീകരണം. നല്ല ജീവിതത്തിന്റെ പാഠം. സമൂഹത്തിൽ നല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വിദ്യാഭ്യാസ കാലത്തു തന്നെ കുട്ടികൾ ഭാവി മുന്നിൽ കണ്ടുള്ള പഠന പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ജില്ലാ സഹോദയയുടെ സ്കോളാസ്റ്റിക് എക്സലൻസ് പുരസ്കാരം നൽകി സംസാരിക്കവേ മന്ത്രി കടകംപള്ളി. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ മനോഹരമായൊരു ജീവിതചര്യ സൃഷ്ടിച്ചെടുക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ കഴിയണമെന്നും ടൂറിസം മന്ത്രി പറഞ്ഞു. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹോദയ രക്ഷാധികാരി G. രാജ്മോഹൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ശാന്തിഗിരി വിദ്യാഭവൻ പ്രിൻസിപ്പൽ സ്വാമി പ്രണവശുദ്ധൻ, ഡോക്ടർ വിജയൻ, വിൻസെന്റ്, ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ CBSE സ്കൂളുകളിൽ നിന്ന് എല്ലാ വിഷയത്തിലും A+ഉം +2 എല്ലാ വിഷയത്തിലും 90% മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.